CPIM SDPI കൂട്ടുകെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. SDPI സംസ്ഥാന വ്യാപകമായി LDFന് പിന്തുണ നൽകുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളിയ മുഖ്യമന്ത്രി ചെന്നിത്തല അടക്കമുള്ളവർ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. LDFന് ആരുമായും ഡീലില്ല, VD സതീശനാണ് RSS സഹായം തേടിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മങ്കടയിൽ SDPI വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് പരിഹാസമായിരുന്നു മറുപടി. SDPIയുമായി ഒരു നീക്കുപോക്കുമില്ലെന്ന് MA ബേബിയും പ്രതികരിച്ചു. ഡീൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. SDPI സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. അതിനെതിരായി 2-3 പേര് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ SDPIയുമായിട്ട് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PDP ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങളാണ് വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDFനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു വരും. നിങ്ങൾ എന്തിനാലും വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാം. SDPയുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്, അങ്ങനെയല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. എന്നാൽ ശ്രീ മദിനി തന്നെ പിന്നീട് വ്യക്തമാക്കി, നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDPയുടെ സമീപനത്തിലുമുണ്ട്. അതേസമയം ഇത്തവണത്തെ പിന്തുണ LDFനെന്ന സൂചന നൽകിയ SDPI സർക്കാർ മാറണമെന്ന അഭിപ്രായം SDPയ്ക്ക് ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. LDFും UDFും നമുക്ക് സമമാണ്. LDFനെ പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് തടസ്സമൊന്നുമില്ല, UDFനെ പിന്തുണയ്ക്കുന്നതിനും തടസ്സമില്ല. നിലവിൽ നമ്മൾ അതിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് അഭിപ്രായവുമില്ല. പിന്നെ LDF മാറി ഇവിടെ UDF വന്നേ മതിയാവും എന്ന അഭിപ്രായവുമില്ല. പിന്നെ UDF വന്നാലും LDF വന്നാലും അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവർ ജനങ്ങളോടുള്ള അവരുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റണമെന്നത് മാത്രമാണ് SDPയ്ക്കുള്ള താല്പര്യം. അതനുസരിച്ച് നമ്മൾ നിലപാടെടുക്കും. റിപ്പോർട്ടറുടെ എക്സ്ക്ലൂസീവ് ബൈറ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മുബഷീർ P. അക്ബർ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മുബഷീർ, കോൺഗ്രസ് ആരോപിക്കുന്നത് SDPI CPIM ഡീല് എന്നുള്ളതാണ്. സംസ്ഥാനത്താകെ SDPI പിന്തുണ നൽകുന്നത് LDFനാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ആ ആരോപണം മുഖ്യമന്ത്രി പാടെ തള്ളിക്കളയുന്നുണ്ട്. LDFന് ആരുമായും അങ്ങനെ ഒരു ഡീലുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അതേസമയം വോട്ടുകൾ വേണ്ട എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുമില്ല. അതേസമയം SDPI ആകട്ടെ ഇത്തരത്തിൽ അവരുടെ പിന്തുണ ഇത്തവണ LDFനാണ് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുമ്പോഴാണ് റിപ്പോർട്ടർ SDPI സംസ്ഥാന പ്രസിഡന്റിനോട് തന്നെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നത്. അതിൽ കൃത്യമായ സൂചന ലഭിച്ചിരിക്കുന്നു. SDPIയുടെ പിന്തുണ അത് LDFനാണ് എന്നുള്ള സൂചനയല്ലേ ലഭിച്ചിരിക്കുന്നത്? മുബഷീർ, തീർച്ചയായിട്ടും SDPI സംസ്ഥാന പ്രസിഡന്റായുള്ള CPI ലത്തീഫ് അവരുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് നയം വ്യക്തമാക്കി കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള സൂചന LDFനെ തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണക്കുമെന്ന രീതിയിലുള്ള സംസാരം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത്. CPI ലത്തീഫ് പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല, LDF മാറി UDF തന്നെ വന്നേ മതിയാകും എന്ന രീതിയിലുള്ള തോന്നലൊന്നും തന്നെ SDPIയെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം SDPIയുടെ സ്ഥാപിത കാലഘട്ടം മുതൽ തന്നെ CPM SDPIയെ കടന്നാക്രമിക്കുന്ന സംഘടനയാണ്. അവരുടെ പല രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന സംഘടനയാണ് CPM. മഹാരാജാസിലെ രാഷ്ട്രീയ കൊലപാതകത്തിലൊക്കെ തന്നെ SDPIയെ വലിയ രീതിയിൽ ആരോപിച്ചിരുന്നു. ഇപ്പോഴും കേസുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ LDFന് നൽകുകയാണെങ്കിൽ അതവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്ത് സ്വീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. ഒരു ഭാഗത്തെ CPM BJP ഡീൽ എന്നതിനപ്പുറത്തെ കോൺഗ്രസ് ഇപ്പോൾ CPMനെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു SDPI ബന്ധത്തെ തന്നെയാണ്. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ SDPI നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ പ്രധാനപ്പെട്ട കാരണം അത് LDF ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. LDFനെ പിന്തുണക്കുന്നതിന് വേണ്ടിയാണ് SDPI സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരിക്കുന്നതെന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ BJP ഡീൽ എന്നത് CPMനെതിരെ ഉന്നയിച്ചതിനേക്കാൾ വ്യാപ്തിയുള്ള ഒരു ആരോപണമായിട്ട് CPMനെതിരെ ഇത് മാറുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനും സാധിച്ചിട്ടില്ല.
രമേശ് ചെന്നിത്തല പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് മങ്കടയിലെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് അവിടെ LDFനെ SDPI പിന്തുണക്കുന്നതിന് വേണ്ടിയാണ്. സമാനമായ രീതിയിൽ വേങ്ങരയിൽ ഉൾപ്പെടെ SDPIയുടെ പിന്തുണ LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ നൽകുകയും ചെയ്യും. മതേതര ചേരിയിലാണെന്ന് അവകാശപ്പെടുന്ന CPM-ന് എങ്ങനെയാണ് SDPIയുടെ വോട്ട് വാങ്ങാൻ സാധിക്കുക എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇന്ന് മങ്കടയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ പരിഹാസമായിരുന്നു മറുപടി. SDPIയുടെ വോട്ട് ഞങ്ങൾ വാങ്ങില്ല, അവരുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറയാൻ ഇതുവരെയായിട്ടും CPM-ന്റെ സംസ്ഥാന നേതാക്കൾ തയ്യാറായിട്ടില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി മാത്രമാണ് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുള്ളത്. SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ടതില്ല എന്നുള്ളത് MA ബേബി പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ SDPI നേതൃത്വവുമായി നടത്തുന്നുണ്ട് എന്നിവിടെ മനസ്സിലാക്കാൻ. അതിന്റെ തുടർച്ചയായിട്ട് വേണം CPI ലത്തീഫിന്റെ പ്രതികരണം നമുക്ക് കണക്കാക്കാൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും UDF-ന് SDPIയുടെ സഹായം ലഭിച്ചിരുന്നു. മഞ്ചേശ്വരത്തുൾപ്പെടെ SDPIയുടെ നിർണായക വോട്ടുകൾ UDF-ന് ലഭിച്ചതുകൊണ്ടായിരുന്നു അവിടെ AK അഷ്റഫ് വിജയിച്ചെന്ന് അവിടെയുള്ള ലീഗിന്റെ നേതാവ് പറഞ്ഞിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ CPI ലത്തീഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അന്ന് ലഭിച്ച എക്സ്ക്ലൂസീവ് പ്രതികരണത്തിൽ AK അഷ്റഫ് എന്ന SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ SDPI ഒരു തരത്തിലും പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് മഞ്ചേശ്വരത്തെ SDPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും പിന്നീട് അത് പിൻവലിക്കാനും തീരുമാനിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്താൻ SDPI തയ്യാറായിട്ടില്ല. പരോക്ഷമായിട്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, ഇവിടെ സർക്കാർ മാറേണ്ട സാഹചര്യമില്ല, LDF സർക്കാർ മാറി UDF വന്നേ മതിയാകും എന്ന തോന്നലൊന്നും തന്നെ SDPIയെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള SDPIയുമായിട്ട് എങ്ങനെയാണ് CPM-ന് യോജിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. MA ബേബിയെ പോലെ, പിണറായി വിജയനെ പോലെ, M സ്വരാജിനെ പോലെ, A വിജയരാഘവനെ പോലെയുള്ള നേതാക്കൾ നേരത്തെ SDPIയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പ്രബുദ്ധ കേരളത്തിന് മുൻപിലുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സംഘടനയാണ് SDPI എന്ന് CPM നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് SDPIയുടെ പിന്തുണ LDF സ്വീകരിക്കുക എന്ന ചോദ്യം തന്നെയാണ് രാഷ്ട്രീയ കേരളം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള CPM-ൽ നിന്നുള്ള മറുപടിക്ക് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നതും. മങ്കടയിലേക്ക് എത്തുമ്പോൾ അവിടെ നേരത്തെ CPM പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. അവിടെയുള്ള CPM-ന്റെ നേതാവ് കൂടിയായുള്ള അലവിയെ പ്രഖ്യാപിക്കുന്നു, പിന്നീട് അദ്ദേഹത്തെ പിൻവലിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവിടെ മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച കുന്നത്ത് മുഹമ്മദിനെ LDF പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുന്നത്ത് മുഹമ്മദ് പരസ്യമായിട്ട് BJP-യുടെയും SDPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചാൽ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ അത് കോൺഗ്രസ് എടുത്തുപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ LDF CPM ഇതിനെങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മലപ്പുറം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കാണുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും മങ്കടയിലും വേങ്ങരയിലും മലപ്പുറം ജില്ലയിലെ വടക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ SDPIയുമായിട്ട് LDF-ന് ഡീലുണ്ടെന്ന ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നത് വ്യാപകമായി പ്രചരിക്കുമ്പോൾ ഇനി എന്ത് മറുപടി മുഖ്യമന്ത്രി പറയുമെന്നുള്ളതാണ് കാണേണ്ടത്. അതെ, രാഷ്ട്രീയ കേരളം ആ മറുപടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ CPM BJP ഡീൽ എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതിനേക്കാൾ അല്പം കൂടി വ്യാപ്തി ഈ വിഷയത്തിന് വരുന്നുണ്ട്. ഈ SDPI ബാന്ധവം എന്നുള്ള ആരോപണത്തിന് വരുന്നുണ്ട്, ഡീൽ ആരോപണത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് SDPI ഒരു സൂചന റിപ്പോർട്ടറിന് നൽകിയിരിക്കുന്നത്. വ്യക്തമായി തന്നെ പറയുന്നില്ല, പ്രഖ്യാപിക്കുന്നില്ല, നിലപാട് പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ പോലും പിന്തുണ LDF-നാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ടറിനോട് SDPI.